ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വീൽചെയറുകൾ വിതരണം ചെയ്ത വീഡിയോ വൈറലായതോടെ വെട്ടിലായിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ബിജെപി എംഎൽഎ. സംഭവം എന്താണെന്ന് വീഡിയോ കണ്ടാൽ തന്നെ പിടികിട്ടും. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിലെ ലംബുവ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബിജെപി എംഎൽഎ സീതാറാം വർമ്മയാണ് വീൽചെയർ വിതരണം ചെയ്ത് വെട്ടിലായിരിക്കുന്നത്. ലംബുവ ബ്ലോക്ക് ഓഫീസിൽ നടന്ന ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടിയിലാണ് ഈ സംഭവം. പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്കാണ് എംഎൽഎ ഫോൾഡിംഗ് വീൽചെയർ വിതരണം ചെയ്യുന്നത്. ഇയാളെ വീൽചെയറിലിരുത്തി വീഡിയോയും ഫോട്ടോകളും എടുത്തതിന് പിന്നാലെ ഇയാൾ എഴുന്നേൽക്കുന്നതും വീൽചെയർ കൈപ്പറ്റി നടന്നുപോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വീഡിയോ വൈറലായതോടെ എംഎൽഎക്കും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. വിവാദത്തെ തുടർന്ന് സീതാറാം വർമ്മ വിശദീകരണവുമായി എത്തി. വീൽചെയർ നൽകേണ്ടിയിരുന്ന ഭിന്നശേഷിക്കാരന് അസുഖം കാരണം പരിപാടിയിൽ എത്താനായില്ലെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ പിതാവിനാണ് വീൽചെയർ കൈമാറിയതെന്നും എംഎൽഎ വിശദീകരിച്ചു. ബാങ്കേപ്പൂർ സ്വദേശി രാംധനിയുടെ മകൻ സന്ദീപ് കുമാർ ഭിന്നശേഷിക്കാരനാണ്. അസുഖം മൂലം അദ്ദേഹം പരിപാടിയിൽ എത്താനായില്ല. അതിനാൽ സന്ദീപിന്റെ പിതാവ് രാംധനിക്ക് ഫോൾഡിംഗ് വീൽചെയർ നൽകുകയായിരുന്നുവെന്നാണ് എംഎൽഎയുടെ വിശദീകരണം. വീൽചെയർ വിതരണം ചെയ്യുന്ന പരിപാടിയിൽ എംഎൽഎ വൈകിയെത്തിയതിനാൽ അദ്ദേഹം എത്തുന്നതിന് മുൻപേ ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും ഉപകരണങ്ങൾ വിതരണം ചെയ്തുവെന്നാണ് എംഎൽഎയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. അതിനാൽ തന്നെ അവസാനം അവിടെ ഉണ്ടായിരുന്ന ഭിന്നശേഷിക്കാരന്റെ പിതാവിനെ ഇരുത്തി ഫോട്ടോഷൂട്ട് നടത്തുകയായിരുന്നു അത്രേ. വീഡിയോ വൈറലായതോടെ ജില്ലാ ഭരണകൂടവും വിശദീകരണവുമായി എത്തി. ജില്ലാ പിന്നോക്കവർഗക്ഷേമ ഓഫീസർ മുദിത് ശ്രീവാസ്തവയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നത്, വൈറൽ വീഡിയോയിൽ കാണുന്ന വീൽചെയർ ഭിന്നശേഷിക്കാരനായ സന്ദീപിന്റെ പിതാവിനാണ് നൽകിയത് എന്നാണ്. എംഎൽഎയും ജില്ലാ ഭരണകൂടവും നൽകിയ വിശദീകരണം ശരിയായാൽ പോലും പൂർണ്ണ ആരോഗ്യവാനായ പിതാവിനെ വീൽചെയറിലിരുത്തി ഫോട്ടോയും വീഡിയോയും എടുത്തത് എന്തിനെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. നേരത്തെയും പല ബിജെപി സർക്കാരിന്റെ പദ്ധതികളിലെയും ഫോട്ടോഷൂട്ടുകൾ വിവാദത്തിലായിരുന്നു. യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് പദ്ധതികൾ എത്തിക്കുന്നതിന് പകരം ഫോട്ടോഷൂട്ടുകൾക്ക് മാത്രമാണ് ഇത്തരം നേതാക്കൾ ശ്രദ്ധ നൽകുന്നത് എന്ന വിമർശനവും ശക്തമാണ്.